എവിടെ പോയി കിടക്കുമോ? എടാ ഇന്നിവിടെ ഗായകന്മാരെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ നടക്കുന്ന അറിയാമല്ലോ. എടാ ഓരോരുത്തരെ ക്യൂബായിട്ട് കടത്തി വിട്. ഓക്കെ വിളിച്ചു. എന്റെ ദൈവമേ, വരുന്നുണ്ടല്ലോ. ഇതെന്താ പാടേ? അല്ല, ഇവിടെ ഗായകന്മാരെ തിരഞ്ഞെടുക്കുന്ന ഈ പത്രദ്വാരം അറിഞ്ഞു. പത്രദ്വാരം? അതെ. എനിക്ക് രണ്ടിതായിരിക്കും. അതെ. അരമാർക്ക് ഇപ്പഴേ നിനക്ക് തന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതിന് അമ്മച്ച പറഞ്ഞപ്പോ സംഗതി ഇല്ലാതെ പാടാമെന്ന് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തുവാ? 10 കിലോ സംഗതിയാ. സംഗതികളാണ്. സ്വാമിയേ, എന്താ പടേ കാണിച്ചത്? തേങ്ങ ഉടച്ചത്. അപ്പൊ ശബരിമല ഭക്തനാണല്ലയോ? ഒരു കാര്യത്തിന് വരുമ്പം തേങ്ങയോടെ ചൈശ്വര്യമായിട്ട് തുടങ്ങാല്ലോ എന്ന് വിചാരിച്ചു. ഭയങ്കര വിശ്വാസിയാണല്ലയോ? അതെ. അപ്പൊ മോൻ ശബരിമലയ്ക്ക് പോകാറുണ്ടല്ലോ. പിന്നെ എന്തിനാ ശബരിമലയ്ക്ക് പോകുന്നത്? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും. മോശം കിട്ടിയാൽ നോക്കം നിർത്തും. ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ. മകന്റെ പേരെന്താണ്? എന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേരോ? തങ്കപ്പി. അച്ഛന്റെ പേരോ? അപ്പി. എന്റെ ദൈവമേ, കൊച്ചാപ്പി. അപ്പൊ കൊച്ചാപ്പി വിവാഹിതനാണോ? എന്റെ അമ്മോനെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ അല്ല, കൊച്ചാപ്പി വിവാഹിതനാണോ എന്ന്? അല്ല. പിന്നെ കുട്ടികൾ? 2. അപ്പൊ നീ ആരെ വിവാഹം കഴിക്കുന്നത്? ഒരു പെണ്ണിനെ. പെണ്ണല്ലേ, പിന്നെ ആണിനെ വിവാഹം കഴിക്കൂടെ? ആണിനെ വിവാഹം കഴിക്കത്തില്ല. ആര്? എന്റെ പെങ്ങളെ ആണിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അയ്യോ, ഭയങ്കര ബുദ്ധിയാണല്ലോ. അതെ. Okay, thank you. Dead body. Don't worry. I worry. We are worry. Something worries. Not only but also filling the suitable words. Bloody youth festival. അയ്യോ, എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഗായകനെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. അതെ. ഒരു നല്ലൊരു കീർത്തനം അങ്ങോട്ട് ആലപിച്ചേ. എന്നെ അങ്ങനെ പരീക്ഷിക്കുകയും ചെയ്യരുത്. ആണോ? ഞാൻ എത്രയോ സ്റ്റാർ സിംഗറിലൊക്കെ പോയി പ്രൈസ് മേടിച്ചിട്ടുള്ള ആളാന്നറിയാം. ഒരുപാട് പ്രൈസ് മേടിച്ചിട്ടുണ്ടോ? മാമലൈ ശബരിമലൈ മണികണ്ഠൻ സന്നിധാനം, മാമലൈ ശബരിമലൈ മണികണ്ഠൻ സന്നിധാനം, വാഴറും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം. മോനെ അപ്പി, എന്തോ സന്നിധാനം അയ്യപ്പൻ സന്നിധാനം അത് പാടിയപ്പോഴേ നീ ഷഡ്ജ് അങ്ങോട്ട് ഇട്ടില്ല. നീ ഷഡ്ജ് കിട്ടില്ല മോനെ അത് പാടിയപ്പം. എന്റെ പൊന്നു സാറേ, ഞാൻ ഇന്നുവരെ ഷഡ്ജ് ഇടാതെ പാടാൻ പോയിട്ടില്ല. കുഞ്ഞ് സന്നിധാനം അയ്യപ്പൻ സന്നിധാനം അത് പാടിയപ്പോ ഷഡ്ജ് വിട്ടില്ല കുഞ്ഞ്. എന്റെ അമ്മച്ചാണ് ഇട്ടാണ് സാറേ. എന്റെ പൊന്നു കുഞ്ഞ്, നീ ഷഡ്ജ് വിട്ടില്ല. രാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞാൻ ഇന്നുവരെ ഷഡ്ജ് ഇടാതെ പാടാൻ പോയിട്ടില്ലെന്ന്. എന്റെ പൊന്നു, നീ ഷഡ്ജ് വിട്ടില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, സാറ് നിർബന്ധമാണെങ്കിൽ 2 ഷഡ്ജ് ഇട്ടുകൊണ്ട് പാടാൻ വരാം. വേണം പറഞ്ഞാൽ അരക്ക് തേച്ച് വെട്ടിനും വെച്ചേക്കാം. ബുദ്ധിയുണ്ട് കേട്ടോ. അപ്പൊ നീ ഇന്റർവ്യൂ പോലെ കിടക്കുന്നതിന് മുമ്പായി നിന്റെ ബുദ്ധി ഞങ്ങൾ പരിശോധിക്കും. സാറിനില്ലാത്തത്. അതെ, അങ്ങനെ. അതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്ര പ്രാധാന്യമായ ഒരു ചോദ്യമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ചോദ്യം. അതെ. 1947 ആഗസ്റ്റ് 15 ഏത് മാസമായിരുന്നു? 1947 ആഗസ്റ്റ് 15 ഏത് മാസമായിരുന്നു? 1947 ആഗസ്റ്റ് 15 എനിക്കറിയാം. ഡിസംബർ 15-ാം തീയതി. ജനുവരി 7-ാം തീയതി. സാർ പുതിയ മാസമൊക്കെ കണ്ടുപിടിച്ചു. കഴിഞ്ഞ മാസം കണ്ടുപിടിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കല്ല് നാം വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നു പോകുന്നു, എന്തുകൊണ്ട്? സയൻസ് അല്ലയോ? അതെ, സയൻസ്. എനിക്കറിയാം. ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ട്? നീന്തൽ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടു പോകത്തില്ല. അടിപൊളി. അടുത്തായിട്ട് പോയിക്കോട്ടെ. പകൽക്കാലങ്ങളിൽ ചന്ദ്രനെ കാണുന്നില്ല, എന്തുകൊണ്ട്? ചന്ദ്രനെ പണിക്ക് പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ കണ്ടതാണ്. പകൽ സമയത്ത് പുള്ളിയെ കാണാറില്ല. എന്റെ അമ്മച്ചാനും കാണാറില്ല. ചന്ദ്രന്റെ കാര്യമല്ല ചോദിച്ചത്. ഇത് നമ്മുടെ ആകാശത്ത് കാണുന്ന ചന്ദ്രൻ. സാർ നേരത്തെ പറയണ്ടായോ? തെറ്റിദ്ധരിച്ചു പോയില്ലയോ? അതെ. അടുത്ത ക്വസ്റ്റ്യൻ. ദാദാഭായ് നവറോജി ആരായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാതയായിരുന്നു. ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ സാർ. നിനക്ക് ചരിത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെ. അപ്പൊ ചരിത്രപരമായിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ചോദിക്കും സാർ. ഷാജഹാൻ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷാജഹാൻ ചക്രവർത്തിയോ? ചക്രവർത്തി അല്ല, ഷാജഹാൻ ചക്രവർത്തി. ഓ, ചക്രവർത്തി. ഈ ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസ് മരിച്ചപ്പോൾ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ കെട്ടി. നീ നിന്റെ ഭാര്യ മരിച്ചാൽ നിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി എന്ത് കെട്ടും? അനിയത്തിയെ കെട്ടും. അല്ല, ആരെങ്കിലും ആളെ കെട്ടിയാ പോരെ? അതങ്ങ് വിട്ടേര്. അതും വിട്ടേക്കാം. നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. വാക്യത്തിൽ പ്രയോഗിക്കാം. നിന്റെ പൊന്നു സാർ, ഒരു ഗായകനെ തെരഞ്ഞെടുക്കുന്നതിന് ഇതൊക്കെ എന്തിനാണെന്ന്? എല്ലാ കഴിവുകളും വേണമല്ലോ. ചോദിക്കും. അതായത് ഞാനൊരു വാക്ക് പറയും, അത് ഉപയോഗിച്ച് നീ ഒരു വാക്യം ഉണ്ടാക്കി പറയണം. സാർ ഒരു വാക്ക് പറയും, അത് ഉപയോഗിച്ചൊരു വാക്ക് ഉണ്ടാക്കി പറയണം. എന്റെ വാക്ക് ഇതാണ്, കാട്ടാന. അതെ. എന്റെ പൊന്നു സാറേ, 5-6 പേര് ഒരുമിച്ച് ചേർന്ന് ഒരു ജംഗ്ഷനിൽ വെച്ച് എന്നെ കൊല്ലാൻ വന്നാലേ ഞാൻ എന്നാ കാട്ടാന? ശരിയാണല്ലോ. അടുത്തതിലേക്ക് കിടക്കാം. ഇനി അടുത്ത വാക്ക് ഇനിമേൽ. കയ്യും കാലും കഴുകിയ ഞാൻ
ഇനി മേൽ കഴുകാമെന്ന് തീരുമാനിച്ചു. സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. കറക്റ്റ് ആയില്ലയോ? അതെ, ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, തെറ്റില്ലെങ്കിലോ? തിരുത്തണ്ട. എന്നാ പിന്നെ തെറ്റില്ലാത്തോക്ക് പറഞ്ഞ പോലെ. അതല്ല, ഞാൻ ഒരു വാക്ക് പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ചോദിക്ക സാർ. ഞാൻ സാറ് ഒരു കഴുതയാണ്. അതിലൊരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. തെറ്റില്ലേ? അല്ല, തെറ്റുണ്ട്. 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 സാർ ഒരു കഴുതയല്ലേ? മരക്കഴുതിയ. അതും വിട്ടേര്. അപ്പൊ നീ ഇവിടെ ഗായകനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള വന്നത്? അതെ അതെ. അപ്പൊ നീ ഏതൊക്കെ ഗായകരുടെ ശബ്ദത്തിൽ പാടും? ഞാൻ ഇന്ത്യയിലെ എല്ലാ ഗായകരുടെ ശബ്ദത്തിൽ പാടാം സാർ. എല്ലാവരുടെ ശബ്ദത്തിൽ പാടുവോ? പാടി എന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പല്ലയോ? അങ്ങോട്ടൊരു കാര്യം ചെയ്യ്. നീ നാടക ഗായിക ഉണ്ടല്ലോ, KPSC സുലോചന. KPSC സുലോചന ശൈലിയിൽ ഒരു ഗാനം അങ്ങോട്ട് ആലപിക്കുക. പാടി എന്നെ ഗായകനായിട്ട് എടുക്കണം. ഉറപ്പ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തോണ്ട, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തോണ്ട, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കുമ്പനന് പുറത്ത്, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തോണ്ട. കുമ്പിളി വെള്ളമുണ്ട്. എടാ, എല്ലാരും കേൾക്കുന്ന നയനമനോഹരമായ ഒരു പാട്ടും കൊണ്ട് പാടൂ. ഒരു KS ജോർജിന്റെ നാടകം KS ജോർജിന്റെ ശൈലി കൊണ്ട് പാടുക. പാടി തന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പ്. 1 2 3 4 3 4 5 6 5 6 7 8 9 10 സാറ് 9 10. ഒന്നങ്ങ് മുരടിച്ചു, 2 മങ്ങ് മുരടിച്ചു, 3 മാത്രം. അത് പാടിയ ഞാനും നാട്ടുകാർ മൊത്തം മുരടിച്ചു പോകും. പാടരുത്. പിന്നെ എല്ലാരും കേൾക്കുന്ന നയന മനോഹരമായ ഒരു പാട്ടും കൂടെ പാടൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനിൽ പരച്ചൂരാനുണ്ടല്ലോ. അനിൽ പരച്ചൂർ അറബിക്കത്തെ സിനിമയിൽ പാടിയ അനിൽ പരച്ചൂരാന്റെ ശബ്ദത്തിൽ പാടിയ എന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 100 പൂക്കളായി പൊലിക്കവേ, ഓർക്ക നാം സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ. അടിപൊളി അടിപൊളി. ഇനി അത് ഗായകരുടെ ശബ്ദത്തിൽ പാടും. ഞാനൊരു ഏം രാജയുടെ പാട്ട് പാടിയാലും. ഏം രാജയുടെ പാട്ട് പാടി എന്നെ ഗായകനായിട്ട് എടുക്കണം. കുളിരി കോരുന്ന പാട്ട് അയക്കണം. ഓക്കെ ആണല്ലോ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ്. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞകറ്റി, ആ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞകറ്റി, ഇറങ്ങിപ്പോടാ. പോകാനൊരുങ്ങുകയാണല്ലോ ഞാൻ, പോകാനൊരുങ്ങുകയാണല്ലോ. ഈ പോകാൻ ഒരുങ്ങണ്ട. ഇറങ്ങിപ്പോടാ, 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 ഇറങ്ങിപ്പോടാ. സാറിനെ തല്ലിയല്ലേ? എടാ, നിന്നെ പോലുള്ള തല്ല് വല്ല തല്ലി കൊല്ലുവിടാ ഞാൻ. സാറിനെ തല്ലിയല്ലേ? തല്ലുവിടാ. ഇതിന് ഞാൻ പ്രതികാരം ചോദിക്കും. എന്ത് പ്രതികാരം? പ്രതികാരോ? ഞാൻ എന്റെ ചേട്ടനെ വിളിക്കാൻ പോവാ. നിന്റെ ചേട്ടന് ആരാണ് അവിടുത്തെ? എന്റെ ചേട്ടൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഉണ്ടയാ. എന്തോ ചേട്ടനെ വിളിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ചേട്ടനെ വിളിക്കരുത്. ചേട്ടാ വിളിക്കരുത്. ചേട്ടാ ഇവരെന്നെ തല്ലി. ചേട്ടാ ചേട്ടൻ വന്ന് പ്രതികാരം ചോദിക്കും. എവിടെ ചേട്ടൻ? വിളിക്കരുത്. ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ ചേട്ടാ ഇവരെന്നെ തല്ലി. ചേട്ടാ ചേട്ടൻ പ്രതികാരം ചോദിക്കും. അറിഞ്ഞില്ല അറിഞ്ഞില്ല. ഒന്നുകളേട്ടാ. വടിവാളെടുക്കരുത്, വടിവാളെടുക്കരുത്. അയ്യേ. ചേട്ടാ പ്രതികാരം ചോദിക്കേട്ടാ. അറിഞ്ഞില്ല, അറിയാതല്ലിതാ, ചോദിക്കേട്ടാ, അറിയാതല്ലിതാ. നീ എന്റെ അരിയനെ തല്ലി അല്ലേടാ? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ.